നാമത്തിനായി സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ച ദൈവം നമ്മെ ക്ഷേമമായി സൂക്ഷിച്ചു. ദൈവാത്മാവ് ദിനം പ്രതി നൽകിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ആലോചനകൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ഓരോ നിമിഷവും നമ്മെ നടത്തുന്ന, നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവത്തിൻ്റെ വലിയ മഹത്വം നമ്മെക്കൊണ്ട് കർത്താവ് നമ്മിൽ കൂടെ വെളിപ്പെടുത്തുന്ന വലിയ ഭാഗ്യ പദവികളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ആഴ്ച എത്രയോ വ്യക്തികൾ ഈ ഭൂവരപ്പിൽ നിന്ന് മാറ്റപ്പെട്ടു. നമ്മേക്കാൾ ശ്രേഷ്ഠർ, വിദ്യാസമ്പന്നർ, നന്മയുള്ളവർ, അനുഗ്രഹമുള്ളവർ, എത്രയോ പേർ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ട ഒരു ആഴ്ചയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഈ ഞായറാഴ്ച വരെ ദൈവം നമ്മെ വളരെ 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 അത്ഭുതകരമായി നമ്മെ സൂക്ഷിച്ചു. നാം ആയിരിക്കുന്ന രാജ്യങ്ങൾ, പട്ടണങ്ങൾ, ജില്ലകൾ, കുടിൽ മുതൽ കൊട്ടാരം വരെയുള്ള എല്ലാ തലങ്ങളിലും ദൈവം നമ്മെ ഉപയോഗിച്ചതിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, വിവിധ തലങ്ങളിൽ ജോലിയിലൊക്കെ ആയിരിക്കുന്ന എല്ലാ അഭിഷക്തന്മാരും, യൂട്യൂബ് വഴി മീറ്റിംഗ് കാണുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പനിമിഷം ധ്യാനിപ്പാൻ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, ദാനിയേലിൻ്റെ പുസ്തകം 10-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 3-ാമത്തെ വാക്യവും 2-ാമത്തെ വാക്യവും നമ്മൾ വായിക്കുമ്പോൾ അവിടെ 2-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ആ കാലത്ത് ദാനിയേൽ എന്ന ഞാൻ 3 ആഴ്ചവട്ടം മുഴുവനും ദുഃഖിച്ചു കൊണ്ടിരുന്നു. കണ്ടോ, 3 ആഴ്ചവട്ടം മുഴുവനും കഴിയുവോളം ഞാൻ സ്വാദുഭോജനം കഴിക്കുകയോ മാംസം, വീഞ്ഞ് ആസ്വദിക്കുകയോ ചെയ്തിട്ടില്ല, എണ്ണ തേച്ചിട്ടുമില്ല. നോക്കിക്കേ, അപ്പോ താൻ കാണുന്ന, താൻ തന്നെ തന്നെ ഒന്ന് കാണുകയാണ്. ദൈവസ്ഥലിരിക്കുക 3 ആഴ്ചവട്ടം. കാരണം ഇരിക്കേണ്ട കാര്യമുണ്ട്. 6-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അറിയാം, ദാനിയേലിന് വിരോധമായി രേഖകൾ എഴുതി, ദാനിയേലിനെ തകർത്ത് കളയാൻ രേഖയൊക്കെ എഴുതി പിടിപ്പിച്ചു. എന്നാൽ ഇതിന് തലക്കെട്ട് നമ്മൾ പഠിക്കുമ്പോൾ ദാനിയേൽ തന്നെ തന്നെ വിധേയപ്പെടുത്തി. സ്തോത്രം. ഒരു ദർശനത്തെ കാണുന്നതാ ഈ വെളിപ്പാട്. തന്നെ തന്നെ ഒന്ന് വിധേയപ്പെടുത്തി. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും ജീവിച്ചിരിക്കുന്ന സമയം വരെ മാത്രമേ ഉള്ളൂ. അതിനുശേഷം എല്ലാം കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ചിന്തിക്കാറുണ്ടോ ആരെങ്കിലും? നമ്മുടെ അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ ബന്ധങ്ങൾ. അത് കഴിയുമ്പോൾ സകലതും കഴിഞ്ഞു എന്ന് ചിന്തിച്ചാൽ മതി. ഇവിടെ നോക്കൂ, അടിമകളായി പിടിച്ചുകൊണ്ടുവന്ന ദാനിയേൽ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, അവർ 4 പേരെയും, അവരെ 3 പേരെയും പല നിലകളിൽ ഉപദ്രവിക്കാൻ തുടങ്ങി. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, അവരെ 3 പേരെയും വേറൊരു തലത്തിലും ദാനിയേലിനെ വേറൊരു തലത്തിലും ഉപദ്രവിച്ചു. കാരണം ഇവരുടെ മേലിരിക്കുന്ന കൃപകൾ ചെറുതല്ല. അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി ഇവരിൽ കൂടെ ദൈവം ചെയ്യാൻ തുടങ്ങി. ഈ കാലത്തിലും അങ്ങനെ, ആ കാലത്തിലും അങ്ങനെയാ. ദൈവം ഒരു മനുഷ്യനെ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പാതാള ഗോപുരങ്ങൾ എണീക്കും. അതാ നമ്മൾ വചനം വായിക്കുന്നില്ലേ? കർത്താവ് പറഞ്ഞില്ലേ, പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പക്ഷേ പാതാള ഗോപുരമുണ്ട്. നിന്റെ മേൽ ഞാൻ പണി തുടങ്ങുമ്പോൾ തന്നെ പാതാള ഗോപുരം എണീക്കും. പ്രൈസ് ദി ലോർഡ്. ഈ പാതാള ഗോപുരത്തിനകത്ത് പെട്ടവരൊന്നും, സ്വപതയെ ഏൽപ്പിച്ചു കൊടുത്തവരൊന്നും ഇന്ന് ഭൂമിയിലില്ല. പ്രൈസ് ദി ലോർഡ്. അഥവാ ഉണ്ടെങ്കിൽ ഭ്രാന്തന്മാരായോ, പിന്മാറ്റക്കാരായോ, അല്ലെങ്കിൽ ദുരുപദേഷ്ടക്കാരന്മാരായോ, അല്ലെങ്കിൽ പള്ളി പൊളിക്കുന്നവരായോ, അല്ലെങ്കിൽ സഭയിൽ സ്വസ്ഥത കെടുത്തുന്നവരായോ ഒക്കെ മാറിക്കഴിഞ്ഞു. കാരണം പാതാള ഗോപുരത്തിനകത്ത് പിടിക്കപ്പെട്ടവരൊന്നും തികച്ചും ആത്മിക ലോകത്തെ നിർത്തുന്നവരല്ല. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം,
സഭയ്ക്കകത്ത് പ്രശ്നമുണ്ടാക്കുന്നവൻ്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവ് പാതാളത്തിൻ്റെ ഗോപുരത്തിലുള്ള ആത്മാവാണ്. ഇത് ഉള്ളിടത്തോളം കാലം ആ വ്യക്തിക്ക് ഒരിക്കലും ദൈവമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. അതാ പത്രോസിനെ തെറ്റിച്ചില്ലേ? പ്രൈസ് ദി ലോർഡ്. പത്രോസ് ഒറ്റ കൊടുത്തില്ലേ? തള്ളി പറഞ്ഞില്ലേ കർത്താവിനെ? എന്താ കാര്യം? പാതാള ഗോപുരത്തിൻ്റെ അകത്ത് പത്രോസിനെ ഞെരുക്കിക്കളഞ്ഞു. കാരണം അന്ന് അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ല, എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞില്ലായിരുന്നു എങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴുത്തിന് മുകളിലുള്ള തല കാണത്തില്ലായിരുന്നു. സ്തോത്രം. എന്നാൽ കർത്താവിന് അറിയാതെ. പക്ഷെ ഇവിടെ അതല്ല ആമേൻ അതിൻ്റെ പദ്ധതി. ഇവിടെ നോക്കിക്കൂ, പാർസി രാജാവായ ഹോരശിൻ്റെ 3-ാം ആണ്ടിൽ ബെൽസസർ എന്ന പേരുള്ള ദാനിയേലിന് ഒരു കാര്യം വെളിപ്പെട്ടു. ആ കാര്യം സത്യവും മഹാകഷ്ടവുമുള്ളതും ആയിരുന്നു. അവൻ ആ കാര്യം ചിന്തിച്ച് ദർശനത്തിന് ശ്രദ്ധ വച്ചു. കണ്ടോ, ഒരു വെളിപ്പാട് ദാനിയേലിന് കിട്ടി. അപ്പോഴാണ് ഉപവസിക്കായിരുന്നത്. ഇന്ന് പകൽ വെളിപ്പാടില്ലാതെ ആരും ഉപവസിക്കരുത് കേട്ടോ. വചനത്തിലേക്ക് വരണം. വെളിപ്പാടില്ലാതെ ചുമ്മാ കയറി നിന്ന് ഉപവസിച്ച് കളയരുത്. അങ്ങനെ ഉപവസിച്ചു കഴിഞ്ഞാൽ ആത്മീകത്തിൽ നിൽക്കാൻ കഴിയത്തില്ല കേട്ടോ. ആമേൻ. നോക്കൂ, ഈ 10-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, അതിൻ്റെ 1-ാമത്തെ അധ്യായം നമ്മൾ ചിന്തിച്ചു വരപ്പെടുമ്പോൾ അതിനകത്ത് ഒരു വെളിപ്പാട് കിട്ടി. ആമേൻ. 1:21 പറയുന്നു, ദാനിയേലോ ഹോരശ് രാജാവിൻ്റെ 1-ാം ആണ്ടുവരെ ജീവിച്ചിരുന്നു. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ഒരു ഭക്തന്റെ മേൽ വെളിപ്പെട്ടാൽ ആരെല്ലാം അവനെ തകർക്കാൻ നോക്കുന്നുവോ അവരുടെ നടുവിൽ ദൈവം അവരെ ഉയർത്തും. കാരണം പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനെ പെട്ടെന്നൊന്നും ആർക്കും തകർക്കാൻ കഴിയില്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ ബന്ധങ്ങൾ. അത് കഴിയുമ്പോൾ ബന്ധങ്ങൾക്കൊന്നും ഒരു സ്ഥാനമില്ല സാറേ. സ്തോത്രം. ആമേൻ. നോക്കൂ, 6-ാമത്തെ അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, എന്നാൽ ദാനിയേൽ സ്തോത്രം ദാര്യാവേശിൻ്റെ വാഴ്ചയിലും പാർസി രാജാവായ ഹോരശിൻ്റെ വാഴ്ചയിലും ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഒരു ശുഭമായിരുന്നു. ഹല്ലേലൂയ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആമേൻ, ശുഭമായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ദാനിയേലിൽ കൂടെ ദൈവം ചെയ്തെടുക്കുമ്പോൾ ദൈവപൈതലേ, നമ്മൾ നമ്മെ തന്നെ ഒന്ന് വിനയപ്പെടുത്തണം. നമ്മൾ ആരുമല്ല, കർത്താവാണ് വലിയവൻ. ആ കഴുതയുടെ പുറത്ത് യേശു കർത്താവ് കയറിയപ്പോൾ കഴുതയുടെ തല ഒന്ന് താഴ്ന്നു അല്ലേ? നമ്മളൊന്ന് താഴണം. ഈ വിശുദ്ധമായ ഞായറാഴ്ച നമ്മൾ വേദപുസ്തകം തൂക്കി ആരാധനാലയത്തിൽ പോയിരുന്ന് വൈരാഗ്യത്തോടെ ഇരിക്കാതെ കഴിഞ്ഞ ഒരാഴ്ച നടത്തിയ ദൈവത്തെ കണ്ണീരോടെ ഒന്ന് ആരാധിക്കാൻ, അല്ലാതെ ആരാധിക്കുന്നവരെ കുറ്റവും പറഞ്ഞ് ബൈബിൾ വായിക്കാൻ പറയുമ്പോൾ ബൈബിൾ വായിക്കുന്നവരെ തുറിച്ചു നോക്കി ആരാധന കഴിയുമ്പോൾ അവർക്കൊരു കൈപോലും കൊടുക്കാതെ ഇറങ്ങിപ്പോകുന്ന ദൈവദാസനെ, ദൈവപൈതലെ, പ്രൈസ് ദി ലോർഡ്, ഇരിക്കുന്ന ഇരിപ്പിടത്തിലിരുന്ന് സമർപ്പിച്ചുകൊട്. ദൈവം ഒരാഴ്ച കൂടെ ജീവിക്കാൻ തന്ന ആയുസ്, ഒരു ഞായറാഴ്ച കൂടെ കാണാൻ തന്ന ആയുസ്. നിങ്ങളുടെ വീട്ടിനടുത്ത് എത്രയോ പേർ ആമേൻ അല്ലേ തകർന്നു പോയത്, കുടുംബങ്ങൾ സ്വസ്ഥതയില്ലാതെ. ആമേൻ, സ്തോത്രം അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ആമേൻ. ആ കണക്ക് അത് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്ത ചെറുതല്ല, വലിയ അത്ഭുതമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അല്ല, എനിക്കെല്ലാവരും ഉണ്ടെന്നും പറഞ്ഞ് ഇറങ്ങി ചാടിയാൽ സ്വർഗം മാറി നിൽക്കും കേട്ടോ. ഇന്ന് പകലിൽ 1-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ആമേൻ, സ്തോത്രം, ഒരു വാക്ക് അവിടെ പറയുക. ദാനിയേലിന് അവൻ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. ആമേൻ. ശത്രക്കെന്നും ആമേൻ, മേശക്കെന്നും ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മഹത്വം അവരെ പേർ വിളിച്ച്
അവരെ പേരിട്ട് മാറ്റി നിർത്തുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മഹത്വം അവരുടെ മേൽ വെളിപ്പെടുമ്പോൾ, ദൈവകുഞ്ഞെ, ഇന്ന് പകലിൽ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി ദൈവം നമ്മെ നിർത്തുമ്പോൾ ഒരു കാര്യം ഓർക്കണം കേട്ടോ. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം സഞ്ചരിക്കാൻ നമ്മൾ തയ്യാറാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ 8-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, സന്ധ്യയാകുവോളം ഉഷസ് ആമേൻ ആകുവോളം, പ്രൈസ് ദി ലോർഡ്, ആ ഉഷത്തിനെയും അല്ലെങ്കിൽ തൻ്റെ ദർശനത്തെയും, സത്യമാകുന്ന ദർശനം, ബഹുകാലത്തേക്കുമുള്ള ദർശനം, ആമേൻ, സ്തോത്രം, ദൈവം നൽകുമ്പോൾ 8-ാം അധ്യായത്തിൽ ആമേൻ ദൈവത്തിൻ്റെ മഹാപ്രവൃത്തി അതിശക്തമായി ദാനിയേലിൽ കൂടെ വെളിപ്പെടുകയാണ്. ഇന്ന് പകലിൽ ആമേൻ അവനെ തന്നെ വിധേയപ്പെടുത്തി. ഈ ഞായറാഴ്ച, ഈ പ്രഭാതത്തിൽ നമ്മളായിരിക്കുന്ന പല രാജ്യത്തും, പല പട്ടണത്തിലും, പല സഭകളിലുമാണ്. എന്നെ കേൾക്കുന്ന ബഹുമാന്യ അഭിഷക്തന്മാരെ, അഭിഷക്തമാരെ, നമ്മൾ ആരാധന സ്ഥലത്ത് ഒരാളിനോട് പോലും പിണങ്ങിയിരിക്കരുത്. ആമേൻ, ഒരാളിനോട് പോലും മിണ്ടാതിരിക്കരുത്. എല്ലാവരും കൈ കൊടുത്ത് ആലിംഗനം ചെയ്ത് അവരുടെ വിശേഷങ്ങൾ ആരാഞ്ഞറിഞ്ഞ് ആമേൻ സഹായിക്കേണ്ട വിഷയമാണെങ്കിൽ സഹായിച്ച്, ആമേൻ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയമാണെങ്കിൽ അങ്ങനെ ചെയ്ത് സ്തോത്രം കൊടുത്ത് പിരിയാൻ ഒരു തീരുമാനത്തോടെ ആലയത്തിൽ പോയിരുന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ, കർത്താവേ, അപ്പാ, എന്നെക്കാൾ ആരോഗ്യമുള്ളവർ, എന്നെക്കാൾ ആമേൻ സ്തോത്ര വിദ്യാസമ്പന്നർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്പാ, ഈ ഞായറാഴ്ചയ്ക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ എണ്ണത്തിൽ കുറയാതെ വന്നിരിപ്പാൻ സ്വർഗമൊരുക്കിയ വിവിധ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്ത് ആരാധിക്കാൻ തുടങ്ങുമ്പോൾ ഒരു അഗ്നി വെളിപ്പെടും. ആ കാലത്ത് ദാനിയേൽ എന്ന ഞാൻ 3 ആഴ്ചവട്ടം മുഴുവനും ദുഃഖിച്ചു കൊണ്ടിരുന്നു. 3 ആഴ്ചവട്ടം മുഴുവനും കഴിയുവോളം ഞാൻ ഭോജനവും ആമെ ഭക്ഷിക്കുകയോ മാംസം വീഞ്ഞ് ആസ്വദിക്കുകയോ ചെയ്തിട്ടില്ല, എണ്ണ തേച്ചിട്ടുമില്ല. ഇന്ന് പകലിൽ ചില പ്രാർത്ഥനാ വിഷയത്തിനകത്ത് ചില പ്രവൃത്തി ആമേൻ വെളിപ്പെടുന്ന നാഴിക വിദൂരമല്ല. ഹല്ലേലൂയ. എന്നാറെ ഒരു കൈ എന്നെ തൊട്ടു, എന്നെ ആമേൻ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മുഴങ്കാലും ഉള്ളങ്കാലിനെയും ഊന്നി വിറയലോടെ നിൽക്കുമാറാക്കി. ഹല്ലേലൂയ. ഉപവാസം കഴിയുമ്പോൾ ദൈവം നിന്നെ തൊടണം. ദാനിയേലിനെ തൊട്ടു, ദാനിയേലിനെ ദൈവം നിവർത്തി നിർത്തി. ഹല്ലേലൂയ. ഉള്ളങ്കാൽ മുഴുവനും പരിശുദ്ധാത്മാവിൽ നിർത്തി 2 കാലും ഊന്നി നിൽപ്പാൻ ദാനിയേലിന് ദൈവം കൃപ നൽകി. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആമേൻ അത് നിങ്ങൾ അനുസരിപ്പാൻ ഈ ദിവസങ്ങളിൽ തയ്യാറാകണം കേട്ടോ. ബന്ധങ്ങൾ എന്ന് പറയുന്നത് ആമേൻ അവരുടെ കാലം വരെ മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നമ്മെ ആർക്കും അറിയില്ല. സ്തോത്രം. നമ്മെ ആർക്കും വേണ്ട. അപ്പനുണ്ടെങ്കിൽ ഓടിച്ചെല്ലാം, അമ്മയുണ്ടെങ്കിൽ ഓടിച്ചെല്ലാം. അപ്പനോട് നീ പിണങ്ങിയിരിക്കരുത് കേട്ടോ. നിന്റെ അമ്മയോട് നീ പിണങ്ങിയിരിക്കരുത് കേട്ടോ. അപ്പനോട് നീ സംസാരിക്കണം. ആമേൻ. അപ്പനെ നീ കെട്ടിപ്പിടിച്ച്, അപ്പാ, ഞാൻ ദൈവത്തോട് നിന്നോടും പാപം ചെയ്തു എന്ന് പറഞ്ഞ് ക്ഷമ പറയാൻ തയ്യാറാണോ? എന്നിട്ട് നീ ആരാധിച്ച് തുടങ്ങിക്കേ. അമ്മയോട് പറ, അമ്മ, ഞാൻ നിങ്ങളോട് ഒത്തിരി തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് തിരുത്തി ഞായറാഴ്ച ആലയത്തിൽ പോയിരിക്കുക. നിന്നെ തന്നെ വിധേയപ്പെടുത്ത്. ഒന്ന് ഉടയാൻ, കരയാൻ സമർപ്പിച്ചുകൊണ്ട് വാഴ്ത്തത്തങ്ങൾ അണപൊട്ടും പോലെ പുറത്തേക്ക് വരട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, നല്ല പ്രഭാതത്തിനായി സ്തോത്രം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണം, അത്ഭുതം ചെയ്യും. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.